ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഫ്രെയിം എടുത്തിട്ടുണ്ട്, പിന്നെ അതിൽ വെക്കാനായിട്ട് ഒരു ഫ്ലവർ. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളാണ്, വളരെ ഈസിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒന്നുമില്ല, വളരെ സിമ്പിൾ. സാധനം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കാറുണ്ട്, ഇത് വളരെ സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഞാൻ എൻഡ് ടേപ്പ് എടുത്തു, അതിൻ്റെ ഒരു എഡ്ജ് ഞാൻ എൻഡ് ടേപ്പ് കൊണ്ടാണ് കവർ ചെയ്തത്. നമുക്കിതിൽ എൻഡ് ക്യാപ്പും കൊടുക്കാം കേട്ടോ. എൻഡ് ക്യാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രെയിമിലും ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ടൊന്ന് ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈ ആയതിനു ശേഷം ബാക്കി ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ബീഡ്സ് കോർക്കുക. ബീഡ്സ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിമിൽ, നമുക്ക് സാധാ ഫ്രെയിമിലാണ് നമുക്കത് കോർത്തല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫ്രെയിമിൽ കുറച്ച് വെയിറ്റ് ഉള്ള ബീഡ്സ് ആണ് വരുന്നതെങ്കിൽ അത് ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി വെയിറ്റ് ഉള്ള ബീഡ്സ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മീഡിയം ടൈപ്പിൽ 5 mm ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ആ ഫ്ലവറിൻ്റെ വെയിറ്റ് ഒക്കെ വന്നപ്പോൾ അതിങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് ഇരിക്കില്ല. എന്നിട്ട് നമുക്ക് എത്ര ഏത് സൈഡിലാണ് ഒരു ആവശ്യം അതുവരെയുള്ള ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കോർത്തെടുക്കുക. അപ്പോൾ അത് മതിയാവും. എന്നിട്ട് അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ 4 mm നമ്മുടെ മെറ്റാലിക് വയർ എടുത്തു. അതിലേക്ക് ജസ്റ്റ് നമ്മൾ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബീഡ്സ് ഇട്ട് കോർക്കില്ലേ, എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യില്ലേ, അതുപോലെ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഞാൻ ബീഡ്സ് അല്ല കൊടുക്കുന്നത്, അതിന് പകരം ഞാൻ സ്റ്റോൺ ഒട്ടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം രണ്ട് സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. നമുക്ക് ആ ബീഡ്സ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലേ, അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ആ സൈഡും ട്വിസ്റ്റ് ചെയ്തിട്ട് സെൻറ്റർ വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ചെയ്യുന്നത് അടുത്ത് കാരണം 2 സൈഡിലും നമുക്ക് എന്തുണ്ട്, കമ്പിയുണ്ട്. അപ്പോൾ ആ 2 സൈഡിലും എന്ത് ചെയ്യുക, മെറ്റാലിക് വയറിനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, വീണ്ടും പക്ഷേ ചെയ്യുമ്പോൾ 2 സൈഡിലും ഒരേ ഒരു വലിപ്പം, അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. വേറെ ഒന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എത്ര നമ്മൾ അവസാനം നിർത്തിയാലും ആ ലാസ്റ്റ് നമ്മൾ സെൻറ്ററിൽ വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മടക്കിയിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, അങ്ങനെ വലിയ ഒത്തിരി ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും എടുക്കാറോ ഒന്നുമില്ല. അത് എത്ര എണ്ണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. ഞാനിത് കുറച്ച് വലുതായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ ആ എണ്ണവും കൗണ്ടും എല്ലാം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ ഒന്നാണ് കാണിക്കുന്നത്, എനിക്ക് ആവശ്യമുള്ള ഒരു 3 ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺ ഒട്ടിക്കുക ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സ്പേസ് ഇട്ടിട്ട് നമ്മളതിനെ ചുറ്റുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ B7000 ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ സ്പേസ് അല്ലേ അവിടേക്ക് ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈസും നിങ്ങളുടെ ഷേപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്റ്റോൺ നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ 2 സെറ്റ് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളത് ചെയ്തു. 2 സെറ്റ് ഞാൻ സ്റ്റോണും കൂടെ വെച്ചിട്ട്, വൈറ്റ് സ്റ്റോണും കൂടെ വെച്ചിട്ടുള്ളത് ചെയ്തെടുത്ത് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് ഇനി ബീഡ്സ് കൊടുക്കണമെങ്കിൽ ബീഡ്സ് ആയാലും മതി കേട്ടോ. പിന്നെ ചിലർ പറയുന്നതാണ് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വയറില്ലേ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നു, ഫെയ്ഡ് ആവുന്നു. അത് ചേഞ്ച് ആവും കേട്ടോ. നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള വയർ ഇട്ടാലും അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇത് മാറുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ചെയ്തപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കളർ ഫെയ്ഡ് ആവുന്നുണ്ടത്. അത് മാറും. നമ്മൾ എത്ര വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്ക് കിട്ടുന്നത് ഒരു ക്വാളിറ്റിയിലുള്ളതാണ്. അതിൻ്റെ കൂടിയ ക്വാളിറ്റി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും അത് ഫെയ്ഡ് ആവുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ എഡ്ജില്ലേ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം എല്ലാം എന്ത് ചെയ്തു, എല്ലാം ഞാനൊന്ന് ഓർഡർ ചെയ്ത് വെച്ച് നമ്മളെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് 4 നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് അതിന് ജസ്റ്റ് ഒന്ന് അനുസരിച്ച് ഒന്ന് നമ്മളത് നോക്കിയെടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് ഫ്ലവർ അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പം എന്തെങ്കിലും ഇളകി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് പോകും. പിന്നെ എല്ലാം വലിച്ചു കുറച്ച് എടുക്കാൻ വളരെ പാടാണ്. കാരണം ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് അത് പേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക, റിസ്ക് എടുക്കാതെ ചെയ്യുമ്പോൾ കറക്റ്റായി നീറ്റായിട്ട് ചെയ്തു പോകുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ആ സെൻറ്ററിൽ നിന്ന് എനിക്ക് ആ ഒരു ക്ലിപ്പ് സ്റ്റോൺ കണ്ടിട്ട് എത്രത്തോളം ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ക്ലിപ്പ് സ്റ്റോൺ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഫ്ലവർ കുറച്ചുകൂടെ ഒരു എലഗൻ്റ് ആയിട്ട് തോന്നിയതുപോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ മാറ്റി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മൾ ചെയ്ത് ഹെയർ ബാൻഡിൽ പേസ്റ്റ് ചെയ്യുക, അതാണ് അടുത്തത്. അതിന് വേണ്ടിയിട്ട് സെയിം ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു ഫെൽറ്റ് ഷീറ്റ് കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ഇതിലേക്ക് ഒട്ടിച്ചതിന് ശേഷം നോക്കി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിക്കുക. എന്നിട്ട് വീണ്ടും അങ്ങനെ വെച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുക, വേറെ സർക്കിൾ ഷേപ്പിലുള്ള ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇത് കറക്റ്റ് നല്ല ഫിനിഷിങ്ങോടെ നല്ല നീറ്റായിട്ടിരിക്കും. ഇത് നമ്മൾ ഇനി കൈയെടുത്തെന്ന് പറഞ്ഞ് അത് ഇളകിപ്പോകുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ
അടുത്ത് ബാലൻസ് ഉള്ള ബീഡ്സും ഞാനങ്ങ് കോർത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം വെച്ചാൽ ഇനി ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു എൻഡ് ടേപ്പ് എടുക്കുക, അതിനൊന്ന് ഫിനിഷ് ചെയ്യുക. വളരെ ഈസിയാണ് ഇത്. നിങ്ങൾ പറയും ഒത്തിരി സമയം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തതില്ല. ഇനി നമ്മൾ ഈ വൈറ്റ് ബീഡ്സ് കൊടുത്തപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ്സ് ഇട്ട് ചെയ്യാം. ഇത് പല കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്, ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ശരിക്കും കണ്ടതിനെക്കാട്ടിലും നല്ല രസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.